നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL എല്ലാ ടീമുകളും 5 റൗണ്ട് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. മിക്ക ടീമുകളും 6 റൗണ്ട് മത്സരങ്ങളുമായി. അപ്പോൾ ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഇതുവരെ IPL ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ താരം ആരാണ്? നമ്മളൊരു പ്ലെയർ പവർ റാങ്കിങ് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ESPN ക്രിക്കിൻഫോയുടെ MVP കാൽക്കുലേഷന് ഉപയോഗിക്കുന്ന അതേ കാൽക്കുലേഷൻസാണ് നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ഈ IPL വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള 10 താരങ്ങൾ. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ആ കളിയെ സ്വാധീനിക്കുന്ന തരത്തിൽ എങ്ങനെ അവർ പെർഫോമൻസ് നടത്തി, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതനുസരിച്ചുള്ളൊരു കാൽക്കുലേഷനാണ്. 10ാം സ്ഥാനത്ത് ഇത്തവണത്തെ പ്ലെയർ പവർ റാങ്കിങ്ങിൽ 10ാം സ്ഥാനത്ത് പ്രസിദ്ധ് കൃഷ്ണയാണ്. GTക്ക് വേണ്ടി മികച്ച ബൗളിംഗ് പ്രകടനം താരം തുടർന്നു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 6 കളികളിൽ നിന്ന് 10 വിക്കറ്റുകൾ അദ്ദേഹം നേടിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റിൻ്റെ ഒരു ടോട്ടൽ കാൽക്കുലേഷൻ 256.4 പോയിൻറ്റുകളാണ് ഇമ്പാക്റ്റ് റേറ്റിങ്ങിൽ ഇപ്പോൾ അദ്ദേഹത്തിന് നൽകുന്നത്. ഫിൽ സാൾട്ട് 9ാം സ്ഥാനത്ത് വരുന്നു. എന്തൊരു തുടക്കമാണ് അദ്ദേഹം RCBക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നത്. പവർ പ്ലേയിൽ അദ്ദേഹത്തിൻ്റെ പൊളിച്ചടുക്കലാണ് RCBയുടെ മുന്നേറ്റത്തിന് കാരണമായി തീർന്നിട്ടുള്ളത്. 6 കളികളിൽ നിന്ന് ഓൾറെഡി അദ്ദേഹം 208 റൺസ് നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് റേറ്റിംഗ് 262.2 ആണ്. 8ാം സ്ഥാനത്ത് ദിഗ്വേഷ് റാത്തി. ഒപ്പിടൽ വിവാദമൊക്കെ ഒരു ഭാഗത്ത്, അതായത് നോട്ട്ബുക്ക് സെലിബ്രേഷനൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രതിഭ നമ്മൾ കാണാതെ പോകരുത്. വിക്കറ്റുകൾ അദ്ദേഹം പിഴുതുകൊണ്ടിരിക്കുന്നു. LSGക്ക് വേണ്ടി ഒരുപക്ഷെ രവി ബിഷ്ണോയേക്കാളും മികച്ച രൂപത്തിൽ അദ്ദേഹം പന്തെറിയുന്നു എന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം. 6 കളിയിൽ നിന്ന് 8 വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് റേറ്റിംഗ് 268.7 ആണ്. 7ാം സ്ഥാനത്താണ് ഷാർദുൽ താക്കൂർ ഉള്ളത്. LSGയുടെ താരം മികച്ച പ്രകടനം തുടരുന്നു. 6 കളികളിൽ നിന്ന് 11 വിക്കറ്റുകളായി അദ്ദേഹം നേടുന്നു. ടീമിലേക്ക് ലേറ്റ് അഡീഷനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മികവ് അദ്ദേഹം തുടരുന്ന കാഴ്ചയാണ്. 270.7 അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് റേറ്റിംഗ്. 6ാം സ്ഥാനത്ത് പ്രിയാൻഷ് ആര്യ. PBKസിനായിട്ട് മിന്നും തുടക്കമാണ് താരം ഇപ്പോൾ കുറിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹി പ്രീമിയർ ലീഗിലെ അതേ പ്രകടനം IPLലേക്ക് കൂടി കൊണ്ടുവരുന്ന മനോഹരമായ കാഴ്ച. 194 റൺസാണ് 5 കളികളിൽ നിന്ന് അദ്ദേഹം ഇതുവരെ നേടിയിട്ടുള്ളത്. 273 അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് റേറ്റിംഗ്. 5ാം സ്ഥാനത്ത് ശ്രേയസ് അയ്യർ, PBKസിൻ്റെ ക്യാപ്റ്റൻ. മിന്നും പ്രകടനം അദ്ദേഹവും തുടരുന്നു. 5 കളികളിൽ നിന്ന് 250 റൺസാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന. 279.6 അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് റേറ്റിംഗ്. 4ാം സ്ഥാനത്ത് മുഹമ്മദ് സിറാജ്. കഴിഞ്ഞ കളിയിൽ ഇത്തിരി അടി കിട്ടി, ശരിയാണ്. പക്ഷേ മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ വലുതാണ്. GTക്ക് വലിയ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഗുണം ചെയ്യുന്നുമുണ്ട്. ഓൾറെഡി 6 കളികളിൽ നിന്ന് 10 വിക്കറ്റുകൾ അദ്ദേഹം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. 286.1 അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് റേറ്റിംഗ് കണക്കാക്കുന്നത്. 3ാം സ്ഥാനത്ത് സായി സുദർശൻ. GTക്ക് വേണ്ടി എന്തൊരു പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത്. 6 കളിയിൽ നിന്ന് ഓൾറെഡി 4 അർദ്ധ സെഞ്ചുറികൾ ആ ബാറ്റിൽ നിന്ന് പിറന്നിട്ടുണ്ട്. 329 റൺസാണ് ഇതുവരെ അദ്ദേഹം നേടിയിട്ടുള്ളത്. 301.8 അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് റേറ്റിംഗ് കണക്കാക്കുന്നത്. 2ാമത് കുൽദീപ് യാദവ്. DCയുടെ കാര്യത്തിൽ എല്ലാവരും ബാറ്റർമാരെ പറയുമ്പോൾ കുൽദീപിനെ കൂടി പറയണം. ബൗളിങ്ങിൽ അദ്ദേഹം അത്രയും മികവ് കാണിക്കുന്നുണ്ട്. 5 കളികളിൽ നിന്ന് അദ്ദേഹം ഓൾറെഡി 10 വിക്കറ്റുകൾ വീഴ്ത്തി കഴിഞ്ഞിട്ടുണ്ട്. 328.9 അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് റേറ്റിംഗ്. 1ാം സ്ഥാനത്ത് ആരാ? മറ്റാര്? നിക്കോളാസ് പൂറൻ തന്നെ. എന്തൊരു പ്രകടനമാണ് LSGക്ക് വേണ്ടി അദ്ദേഹം നടന്നത്. 6 സിറ്റിംഗ് മെഷീൻ എന്ന് വിളിക്കാം. അങ്ങനെ സിക്സറുകൾ നിർബാധം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 32 സിക്സറുകളായി ഓൾറെഡി അദ്ദേഹത്തിൻ്റെ പേരിൽ. ഇപ്പോൾ 349 റൺസാണ് പൂറൻ്റെ സംഭാവന. 408.4 അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് റേറ്റിംഗ്. ഏതായാലും 1ാം സ്ഥാനത്ത് വരുന്നു നിക്കോളാസ് പൂറൻ. നമ്മൾ വളരെ പെട്ടെന്ന് 10 സ്ഥാനമെന്ന് പറയാം. 1 നിക്കോളാസ് പൂറൻ, 2 കുൽദീപ് യാദവ്, 3 സായി സുദർശൻ, 4 മുഹമ്മദ് സിറാജ്, 5 ശ്രേയസ് അയ്യർ, 6 പ്രിയാൻഷ് ആര്യ, 7 ഷാർദുൽ താക്കൂർ, 8 ദിഗ്വേഷ് റാത്തി, 9 ഫിൽ സാൾട്ട്, 10 പ്രസിദ്ധ കൃഷ്ണ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.